Started. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ സാബിറ. എന്നെ കേൾക്കാനിരിക്കണ എല്ലാവർക്കും നന്ദി. പാലക്കാട് ജില്ലയിൽ നിന്നാണ്. ഞാൻ ഒരു ലാബ് ടെക്നീഷ്യനാണ്. ഇപ്പോൾ ഒരു ടീച്ചറായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡിപ്രഷൻ എന്നുള്ള ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് പറയാൻ എന്താണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം. ഇന്ന് നമ്മുടെ സമൂഹം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് വിഷാദ രോഗം എന്നുള്ളത്. അത് നമ്മുടെ തലച്ചോറിനെയാണ് ബാധിക്കുക. അതിലൊരു ഇംഗ്ലീഷ് വേർഡാണ് ഡിപ്രഷൻ എന്നുള്ളത്. അതിന് നമ്മൾ തിരിച്ചു തരുന്നത് എപ്പോഴാന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ ഭക്ഷണ രീതിയിലോ അല്ലെങ്കിൽ ഉറക്കത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തില് നമ്മുടെ തൊഴിലില് എന്തെങ്കിലും തരത്തില് വിഷമം ബാധിക്കുന്ന സമയത്താണ് ഇത് വിഷാദാണ് അല്ലെങ്കിൽ ഇത് ഡിപ്രഷൻ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യാം. ഇത് ഒരുപാട് കാരണം കൊണ്ട് വരാം. നമുക്ക് സ്ഥിരമായിട്ട് കിട്ടിയിരുന്ന സ്നേഹത്തിന്റെ ഒരു കമ്മിയുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വല്ല അസുഖങ്ങളും വരുന്ന സമയത്ത് നമ്മൾ ഡിപ്രസ്ഡ് ആവാം. നമുക്കുള്ള ജോലി നഷ്ടപ്പെടുമ്പോ, പിന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത്, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പ്രകൃതി ദുരന്തങ്ങള്, അതുപോലെ ചെറുപ്പത്തില് വല്ല ലൈംഗിക ചൂഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത്, പിന്നെ സ്ഥിരമായിട്ട് ഇപ്പൊ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് പ്രസവത്തിന് ശേഷമുള്ള ആ ഒരു ഡിപ്രഷൻ. അതുപോലെ തന്നെയാണ് ആർത്തവിരാമത്തിന്റെ സമയത്ത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ അവർക്ക് പഠിക്കണ കാര്യം, ഫോണിന്റെ കാര്യം കൊണ്ട് നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണുണ്ട്. അതുപോലെ ഈവൻ വയസ്സായവരാണെങ്കിലും അവർ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ, അങ്ങനെ എല്ലാ മേഖലയും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ വരിക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്കിങ്ങനെ നമ്മൾ നല്ല എനർജി ആയിട്ടിരിക്കുന്ന ആള് എന്താണ്, പിന്നെ ഒന്നിനും വയ്യ, എപ്പോഴും ക്ഷീണായിരിക്കും, എപ്പോഴും വിഷമായിരിക്കും. പിന്നെ നമ്മൾ നമ്മുടെ നെഗറ്റീവുകൾ മാത്രം എടുത്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. നമുക്ക് മനസ്സറിഞ്ഞൊന്നും സന്തോഷിക്കാൻ പറ്റില്ല. പുറത്തൊക്കെ നമ്മൾ ചിരിക്കാനൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷെ നല്ല രീതിയിൽ സന്തോഷിക്കാൻ നമുക്ക് കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വെറും സീറോ ആയിരിക്കും. ഒന്നും ചെയ്യാനില്ല. അപ്പൊ എന്ത് ചെയ്യാണ്, ഒന്നും നമുക്ക് നേടാനും പറ്റില്ല. അപ്പൊ നമ്മുടെ ഡിപ്രഷന് രണ്ട് തരമുണ്ട്. കുറച്ച് കാലത്തേക്ക് വിഷമങ്ങളൊക്കെ തോന്നുന്നുണ്ടാവും, ഒരുപാട് കാലത്തേക്കുള്ളതുണ്ടാവും. അങ്ങനെ കുറച്ച് സമയമാണെങ്കിൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യും, വീണ്ടും പഴയ പോലെ ആവും, പിന്നെ വരുമ്പോൾ പിന്നെയും ഡള്ളാവും, പിന്നെയും ഓവർകം ചെയ്യും. പക്ഷെ ഒരു കാര്യം, ഈ ഒരു നമ്മുടെ ഈ ലക്ഷണങ്ങളൊക്കെ ഒരുപാട് കാലം നീണ്ടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് മരുന്ന് നമ്മുടെ EFT കൊണ്ട് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് നല്ല ട്രീറ്റ്മെന്റ് എടുക്കുക. നമ്മൾ നമ്മളെ രക്ഷിക്കുക. നമുക്ക് ആ സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് ആരുമില്ല, നമ്മളത് നോക്കാൻ ആരുമില്ല, പിന്നെ നമ്മൾ ഈ ഭൂമിക്ക് ഭാരമാവണോ, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ ഒന്നുമില്ല. ആ സമയത്ത് നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ട് തോന്നിക്കുന്ന വെറും പച്ചക്കള്ളങ്ങളാണത്. നമുക്ക് എല്ലാവരും ഉണ്ട്. നമ്മൾ ആരെങ്കിലും ഒരാള്, ഏതെങ്കിലും ഒരാള് നമ്മളെ കേൾക്കാനുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാനുണ്ടാവും. നമ്മളെ അക്സെപ്റ്റ് ചെയ്യാം. ഇത് ഇങ്ങനെയാണ് നമ്മുടെ സൃഷ്ടാവ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട് നമുക്ക് കുറെ കഷ്ടപ്പാടുണ്ടാവും, സന്തോഷം ഉണ്ടാവും. അങ്ങനെ ആ സമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് തരുന്നത്. എന്തോ ഒന്ന് നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഇല്ലാതായിട്ടുണ്ട്, അത്ര മാത്രം ചിന്തിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഫ്രണ്ട് റുബീന പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൽഫ് ലവ് മോസ്റ്റ് അത് തന്നെയാണ്. ഫസ്റ്റ് എക്സസൈസ് ചെയ്യുക, കുറെയൊക്കെ റിലീവ് ചെയ്യും. പിന്നെ സെൽഫ് ലവ് എങ്ങനെ, ഇപ്പൊ നമ്മളോട് ഒരാൾ, നമ്മളെ ഫ്രണ്ടിനോട് നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവന്റെ നെഗറ്റീവ് മാത്രം എടുത്തോണ്ട് നമ്മൾ സംസാരിക്കുകയാണ്, എത്രത്തോളം അയാൾക്ക് ഹേർട്ട് ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ നെഗറ്റീവ് നമ്മളോട് തന്നെ പറയുമ്പോൾ നമ്മൾ വീണ്ടും 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 ഡൗൺ ആവും. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ എല്ലാവരും യുണീക്കാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ക്വാളിറ്റീസ് ഉണ്ട്. അതിനെ ഓരോരുത്തർ കണ്ടു അതിനനുസരിച്ച് പെരുമാറും. എന്താ നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്താ മുന്നോട്ട് പോകാൻ നമ്മുടെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, അതൊക്കെ സാധിക്കുക. എന്തൊക്കെ നമുക്ക് നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക.
നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, എക്സസൈസ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കണമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യുക. മെയിൻ ആയിട്ട് ഒരു തൊഴിൽ കിട്ടുകയാണെങ്കിൽ അത്രയും നമ്മൾ ആക്റ്റീവായിട്ട് പെരുമാറുക. നമ്മളെ ഇടയിൽ ഒരുപാട് നെഗറ്റീവ് പീപ്പിൾസ് ഉണ്ടാവും, അവരെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ചേഞ്ച് ആവാൻ പറ്റും. നമുക്ക് സ്വയം പോസിറ്റിവിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് സൃഷ്ടാവ് തന്ന നമ്മുടെ കുറെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയാം. എന്നിട്ട് അതിനെന്താണോ നമുക്ക് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അതിന് ഒരാളെ സപ്പോർട്ട് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. നല്ലൊരു സൊല്യൂഷനാണ്. ചിലപ്പോൾ നമ്മളെ കേൾക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ചാലും ഒന്നുകിൽ നമ്മുടെ പാരന്റ്സിനോ നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മളെ ഒപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോ അല്ല ഈവൻ ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർക്ക് അടക്കം നമ്മളെ സഹായിക്കാൻ പറ്റും. ഉള്ളിൽ ഒതുക്കി വെക്കാതിരിക്കുക, അത് പുറത്തു കൊണ്ടുവരിക, എന്നിട്ട് അതിനെ മാറ്റി ചിന്തിപ്പിക്കുക. നല്ലൊരു മരുന്നാണത്. നമ്മൾ ചിന്തിക്കുക എപ്പോഴും നമ്മൾ ജനിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണ്, പിന്നെന്താ പേടി? എന്തായാലും നമ്മൾ ജീവിക്കണം. ഇപ്പൊ സ്റ്റേൺ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും നല്ല പോലെ എല്ലാ സന്തോഷങ്ങളും നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിക്കാം. ഇന്നലെ ഇപ്പൊ ഞാന് എറണാകുളത്തേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ട്രെയിനില് ഇരിക്കുന്ന സമയത്ത് ഞാൻ മേലെ ഇരിക്കുന്നു. അപ്പൊ താഴെ ഒരു സ്ത്രീ, ഞാൻ ഇതൊക്കെ ഇന്നലെ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ പ്രസന്റ് ചെയ്ത് പോന്നിരുന്നു എന്റെ കോളേജിൽ. അപ്പൊ കുറച്ച് പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സ്ത്രീ എനിക്ക് നല്ലൊരു അട്രാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ കണ്ടപ്പോ. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ഫോൺ കോൾ വന്നു. അതിനുശേഷം ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്, കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്, പുറത്ത് ജനലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒന്നും ചോദിച്ചൊന്നുമില്ല, എനിക്കെന്തോ അങ്ങനെ ഫീൽ ചെയ്തു. ഞാനൊരു പേപ്പർ എടുത്തു, അത് ഞാൻ എഴുതി കൊടുത്തു. ഈ സമയം കടന്നു പോവും, നമുക്ക് ഇതിനൊക്കെ സിറ്റുവേഷൻ ഉണ്ട്, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാന്ന് കണ്ടുപിടിക്കുക, ഇത് തരണം ചെയ്യുക. നമ്മൾ ആരെങ്കിലും ഒരാൾ സ്നേഹിക്കാണ്ടാവും, അയാളോട് തുറന്നു പറയുക, ഇല്ലാന്ന് കരുതരുത്. ഇതേപോലെ തന്നെ ജനനം മരണം നമ്മൾ ഒറ്റയ്ക്കാണ്. അങ്ങനെ കുറച്ച് പോയിന്റ്സ് മാത്രം പേപ്പറിൽ എഴുതി. അപ്പൊ അവരെന്നോട് ചോദിക്കാം എങ്ങനെ ഇത് മനസ്സിലായതെന്ന്. പിന്നെ അവർ ചിരിക്കുകയും ചെയ്തു. പിന്നെ വേറൊരു ഫോൺ വിളിച്ചിട്ട് നല്ല സന്തോഷിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒന്നും സംസാരിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് എഴുതിയിട്ട് പേപ്പറിൽ കൊടുത്തു. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നമ്മളെ കൊണ്ട് ഒരാളെയും സന്തോഷിപ്പിക്കാൻ പറ്റിയല്ലോ. അതേപോലെ എന്നെ കേൾക്കണവരായാലും നമ്മൾ ഈ ഒരു ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജ് നമ്മൾ കടന്നു പോവാണെങ്കിൽ ഇതുപോലെ വിഷമിക്കുന്ന ആർക്കെങ്കിലും നമുക്കതൊരു വലിയ ഇൻസ്പിറേഷൻ ആവാൻ കഴിയും. അതുകൊണ്ട് പോയിന്റ്സ് ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ സഹായിക്കുക. അതുപോലെ നമ്മളെ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുക. എല്ലാവരും സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.